ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 2 ആണ് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അനീഷിനാണ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. ഈ അപ്പാണി ശരത്താണെങ്കിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു വ്യക്തി നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി പിന്നെ ഒന്നും മിണ്ടില്ല. അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഒന്നും മിണ്ടാണ്ട് നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. പിന്നെ നമ്മൾ അനുമോളാണെങ്കിലും ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ടാസ്ക് വന്നിട്ടുള്ളത്. പണി ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. പണി പൊരിയിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാരി വലിച്ച് എടുത്തിട്ട് വന്നിട്ട് ആ ഒരു ബോക്സിൽ ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് 3 പേര് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 പേരും ആ ഒരു സെക്കൻഡിനുള്ളിൽ കഴിഞ്ഞിട്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ബിഗ് ബോസ് ആണെങ്കിൽ കളിയാക്കുന്ന മാതിരിയാണ് ഇവർ ഒരു ടാസ്ക് കൊടുത്തിട്ട് അവർ കളിയാക്കുന്ന മാതിരിയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ടാസ്ക് വന്നിട്ടുള്ളത്. അടുത്ത ടാസ്ക് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിഷയിലും അനുമോളുമാണ് തൂക്കാനായിട്ട് വരുന്നത്. ആ ഒരു പട്ടച്ചൂല് വെച്ചിട്ട് ഈ ഒരു വ്യക്തി തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജിഷയിൽ അവിടെ ഇരുന്നിട്ടാണ് തൂക്കുന്നത്. ഇങ്ങനെയല്ല തൂക്കേണ്ടത്, ഇങ്ങനെയാണ് തൂക്കേണ്ടത് എന്നാണ് അനുമോളുടെ അടുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതിരിയാണ് ഈ ഒരു ജിഷയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നീ തൂത്ത അത്രക്കൊന്നും പൊടിയോ മറ്റുള്ള കാര്യങ്ങളോ പോണില്ല എന്നാണ് ആ ഒരു കളിയാക്കുന്ന മാതിരിയാണ് അനുമോളിനെ സംസാരിച്ച് വിട്ടിട്ടുള്ളത്. പിന്നെ അടുത്ത ഒരു ഇത് വന്നാൽ നമ്മൾ ചായ വെക്കാൻ വേണ്ടി ജിഷയിൽ പോയിട്ട് അനുമോളും അവിടെ ഉണ്ടായിരുന്നു. അനുമോളുടെ അടുത്ത് ഞാൻ ചായ വെച്ചോളാം, കുറേ അടിയായി. അപ്പോഴേക്ക് അപ്പാണി ശരത്ത് വന്നിട്ട് ഈ ഒരു വ്യക്തിനെ അനുമോളും ജിഷയിലും അങ്ങനെ ചായ വെക്കാൻ വേണ്ടി കയറി അവിടെ വാഗ്വാദങ്ങൾ നടത്തി. അങ്ങനെ നമ്മുടെ അഭിലാഷ് വന്നിട്ട് ഈ ഒരു ചണ്ടയെ തിരുവോട് ഇതൊരു കളിക്കാനുള്ള സ്ഥലമല്ല, 2 പേരും നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി അവിടെ കിടന്ന് ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ടാസ്ക് വന്നിട്ടുള്ളത്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാസ്കിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത 4 പേരെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ആരാണോ വരുന്നത് അവരെ എലിമിനേഷനായ 4 പേരും അവിടെ തന്നെ നിൽക്കണം. ഉറങ്ങാൻ ഒരു കട്ടിലിൽ ഉറങ്ങിയ ഈ ഒരു റെഡ് കോർണർ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് പുറത്തേക്ക് പോകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു റെഡ് കോർണറിൽ ആരാണോ ആ ഒരു കട്ടിലോടെ തൂക്കിക്കൊണ്ട് വെച്ചിട്ട് അവിടെ അനങ്ങാനോ പിടിക്കാനോ പാടില്ല. ഈ ഒരു വ്യക്തി എണീച്ച ആ ഒരു വ്യക്തിക്ക് ഗാർഡൻ ഏരിയയിലാണ് ഇവർക്ക് താമസം ഒരുക്കിയിട്ടുള്ളത്. വീട്ടിന് പുറത്താണ് ഒരുക്കിയിട്ടുള്ളത്. ഒരാൾക്ക് കിടന്നുറങ്ങാം. അവിടെ ഒരു കട്ടിലിട്ടുണ്ട്, കട്ടിലിൻ്റെ മേലെ കിടന്നുറങ്ങാം. ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു റെഡ് സോണിൽ കുറച്ച് ദൂരമേ ഉള്ളൂ, ആ ഒരു സോണിൽ പോയി അവർ എലിമിനേഷൻ ഡയറക്റ്റായിട്ട് ആകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കളികൾ ആരംഭിച്ചിരിക്കുകയാണ്. ബിൻസി ആൻഡ് ഷാനവാസ് ആൻഡ് അങ്ങനെ 4 പേര് ആയിരിക്കുകയാണ് ഇവർ തമ്മിൽ മത്സരിക്കുകയാണ്. രേണുസുധീൻ്റെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആട്ടൽ രംഗം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 2 പേരായിട്ടുള്ള ആ വ്യക്തികൾക്ക് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഓരോരോ മത്സരങ്ങൾ ഇവർക്ക് ടാസ്കുകൾ കൊടുത്തേക്കാണ് ബിഗ് ബോസ്. അങ്ങനെ ആ ഒരു മത്സരം മുന്നോട്ടേക്ക് പോകുകയാണ്. അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സപ്പോർട്ട് ബൈ ബൈ.